എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു പടമായിട്ട് തോന്നി. രണ്ടുപേരുടെയും ഫഹദും വടിവേലും നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അവർ രണ്ടുപേരുടെയും കെമിസ്ട്രി കാണുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇതിലുള്ളത്. ഒരു റോഡ് ട്രാവൽ മൂവി പോലെയാണ് എടുത്തിരിക്കുന്നത്. ഇനീഷ്യലി ഭയങ്കര ബ്രീസി ആയിട്ട് ഭയങ്കര ഒരു എന്താണ് ഒരു ട്രാവലിലാണ് തമിഴ്നാട്ടിൻ്റെ വളരെ നല്ല രസമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയെല്ലാം കാണിച്ചുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഭയങ്കര ബ്രീസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നെ ടുവേർഡ്സ് ദ എൻ്റെ ഒരു ത്രില്ലർ മോഡിലേക്ക് പടം ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ട്, നാച്ചുറലി തന്നെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ അത് അതിലേക്ക് നമ്മൾ വീണ് പോകുന്നുണ്ട്. പിന്നെ റൈറ്റിംഗ്, ഡയറക്ഷൻ, പിന്നെ ഡയലോഗ്സ് എല്ലാം ഭയങ്കര എക്സെപ്ഷനലി ഗുഡായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതാണ് പറയുന്നത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു എന്താ പടം കണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫീൽ ഉണ്ടാവും. അതായത് ഫഹദ് ഫാസിൽ നല്ല തമിഴൊക്കെ ഭയങ്കര രസമായിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് ഇങ്ങനെ ഫഹദ് ഫാസിലിൻ്റെ അങ്ങനെ ഒരു നാച്ചുറൽ ആക്ടിങ് നമ്മൾ തമിഴ് വേറൊരു ലാംഗ്വേജിൽ കണ്ടിട്ടില്ല. ഭയങ്കര രസമായിരുന്നു. ഫഹദ് ഫാസിലാണെങ്കിലും വടിവേലും ആണെങ്കിലും നല്ല രസമായിട്ടു. അതിൽ എന്താ ഇറ്റ്സ് എ കോമഡി ഓൾസോ, ദർ ഇസ് എ ത്രില്ലർ ഓൾസോ, ദർ ഇസ് ഇമോഷൻസ് ഓൾസോ. വെരി നൈസ് മൂവി. താങ്ക് യു. നല്ല പടം. നല്ല പടം. ഫഹദ് ഫാസിലും വടിവേലും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. സ്ലോ പേസ് ആണ്, പക്ഷെ നല്ല സൂപ്പർ. എടുത്തിട്ടുണ്ട്. കാരണം നമ്മളത് കുറേ കണ്ടിട്ടുള്ളതാണ്. അത് പക്ഷേ നന്നായിട്ട് പടം എടുത്തിട്ടുണ്ട്. തമിഴ്മാർക്ക് വലിയ അത്ഭുതമായിരിക്കും ഫഹദിൻ്റെ അഭിനയം. പക്ഷേ നമ്മൾ ഫഹദിൻ്റെ റോളുകളൊക്കെ അത് അടിപൊളി കണ്ടാണല്ലോ. നമ്മുടെ തൊണ്ടി മുതൽ നിന്ന് ഫഹദ് ഇറങ്ങി വന്ന പോലെ ഒരു തോന്നലാണ് ഇതിനകത്ത് കണ്ടത്. പക്ഷേ നന്നായിട്ടുണ്ട്. വടിവേല് അടിപൊളിയായിട്ടുണ്ട്. നല്ല ട്രീറ്റ് നന്നായിട്ടുണ്ട്. പടം കുഴപ്പമില്ല. നമുക്ക് ഒരു പുതുമയില്ലെന്നേ ഉള്ളൂ ഫഹദിൻ്റെ ഇത്. തമിഴ് ഹിറ്റാവും കേട്ടോ. ഷുവറാണ്. അടിപൊളിയാണ്. നല്ല അഭിനയമാണ്. വടിവേല് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിനയമാണ്. നല്ലൊരു കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. വീണ്ടും കോമ്പിനേഷൻ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ശേഷം വീണ്ടും കോമ്പിനേഷൻ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇതാണ്. പടത്തിൻ്റെ കണ്ടന്റ് ഇപ്പോൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. നല്ല കഥയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് പടത്തിൻ്റെ ഏതാണ് ഗതിയൊക്കെ മനസ്സിലാവുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് സംഭവം. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വേട്ടയാലും ഫഹദ് ഫാസിലിൻ്റെ ആ ക്യാരക്ടർ സിംഗിൾ ക്യാരക്ടർ ആയിരുന്നു. അത്യാവശ്യം ഹാപ്പി പോലെ കേരള എന്നാൽ കുറച്ച് ആൾക്കാരൊക്കെയുള്ള ക്യാരക്ടർ. ഓവറോൾ രണ്ടൊരു അങ്ങോട്ടും കട്ടയ്ക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല മൂവിയായിരുന്നു. ത്രില്ലറാണ്. സ്ലോ പേസ്ഡ് ആണ്.